ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് മരുഭൂമിയിൽ വെച്ച് പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ആ സീനിൽ അത് വായിച്ചിരിക്കുമ്പോൾ വളരെ രസമാണ്. കാരണം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെയാണ് കർത്താവ് പിശാചിന് ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വായിച്ചിരിക്കാൻ രസമാണെങ്കിലും അത് ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ തിരിച്ചാണ് നമുക്ക് കിട്ടാറുള്ളത്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ എത്ര വീക്കായാലും എത്ര സ്ട്രോങ് ആയാലും കൗണ്ടർ അടിക്കുന്നത് എപ്പോഴും പിശാചായിരിക്കും. ഈ നൊയമ്പ് കാലത്ത് കർത്താവ് നമ്മളോട് പറയുന്നത് തിരിച്ച് ഒരു കൗണ്ടറെങ്കിലും അടിക്കാനാണ്. കാരണം നൊയമ്പ് കാലം എന്ന് പറയുന്നത് നമ്മളോട് തന്നെ സ്ട്രിക്റ്റ് ആയിരിക്കേണ്ട കാലമാണ്. 2026 ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും. പക്ഷെ ഒന്നുപോലും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് തന്നെ സ്ട്രിക്റ്റ് ആയിരിക്കുക. കാരണം നമ്മുടെ ദുശീലങ്ങളെ നന്നാക്കാൻ വേണ്ടി നമ്മളെടുത്ത തീരുമാനങ്ങളായിരിക്കാം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത തീരുമാനങ്ങളായിരിക്കാം. ആ തീരുമാനങ്ങളോട് ഉറച്ച മനസ്സോടെ എസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടിരുന്നാൽ ഈ നൊയമ്പ് കാലം നമുക്ക് വളരെ നന്നായിട്ട് കൊണ്ടുപോകാം. നമ്മളുടെ എതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും കൗണ്ടർ അടിച്ച് നമുക്ക് താഴെ വീഴ്ത്തി നൊയമ്പ് കാലം ആത്മാർത്ഥമായിട്ട് ക്രിസ്തു ജയിച്ച പോലെ എല്ലാ പരീക്ഷകളും ജയിച്ച് മുന്നേറാം.